ന്യൂ ഇയർ സെലിബ്രേഷൻസ് കഴിഞ്ഞിട്ട് ഒരു മാസമായി. അതായത് 2026 തുടങ്ങിയിട്ട് ഇതാ ഒരു മാസം കഴിയാറായി എന്നാണ് അർത്ഥം. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും സ്പീഡിലാണ് ദിവസങ്ങളും മാസങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. മോഡൽ എക്സാം ഇതാ പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട്. തൊട്ട് പുറകെ നമ്മുടെ മെയിൻ എക്സാമും വരും. ഇംഗ്ലീഷ് എക്സാം എഴുതാൻ പോകുന്ന, അതിപ്പം മോഡൽ എക്സാം ആയിക്കോട്ടെ മെയിൻ എക്സാം ആയിക്കോട്ടെ, നമ്മൾക്ക് ഓരോരുത്തർക്കും ഹെൽപ്ഫുൾ ആകാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. സോ വിതൗട്ട് എനി ഫർദർ അഡ്യൂ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ ടോപ്പിക്. എക്സാം എഴുതുന്ന സമയത്ത് നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അതായത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആക്കാതെ സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ദി ബെസ്റ്റ്. എക്സാം സീസണിൽ ഒരു കാരണവശാലും വിട്ടു പോകാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അത് PYQ ആണ്, അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ റെഫർ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട കാര്യമാണ് ഓരോ ക്വസ്റ്റ്യനും എത്ര മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ എത്ര മാർക്കിന് നമ്മൾ എഴുതണം എന്നുള്ളത്. അതിനനുസരിച്ച് മാത്രം നമ്മൾ ആൻസർ ചെയ്യുക. ഫോർ എക്സാമ്പിൾ 2 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ 8 മാർക്കിനുള്ള ആൻസർ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതലായിട്ടൊന്നും കിട്ടാൻ പോകില്ല. അതുകൊണ്ട് എത്ര എഴുതണം, എപ്പോൾ എഴുതണം എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതായിരിക്കും. സോ PYQ ഇസ് ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷിൻ്റെ എക്സാം എഴുതുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫോമാറ്റ് എന്ന് പറയുന്നത്. അതായത് ഓരോ ഡിസ്കോഴ്സിനും ഓരോ ഫോമാറ്റ് ഉണ്ട്. ഇപ്പോൾ റെസ്യൂം എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ലെറ്റർ ആണ് എഴുതുന്നുണ്ടെങ്കിൽ അതിനൊരു സ്ട്രക്ചർ ഉണ്ട്. ആ ഒരു ഫോമാറ്റ് ഏതാണെന്ന് മനസ്സിലാക്കി വെച്ചിട്ട് പോവുക, അതിനനുസരിച്ചിട്ട് ആൻസർ ചെയ്യുക. അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. 80 മാർക്കിനുള്ള ഒരു എക്സാമിന് ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതുണ്ട്. അപ്പോൾ എത്ര ക്വസ്റ്റ്യൻസ് ആണ് റിക്വയർഡ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത്, അത് കറക്റ്റായിട്ട് നോക്കി വെക്കുക. അത് മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ ഇൻ കേസ് പുറത്തുനിന്ന്, അതായത് ഔട്ട് ഓഫ് സിലബസ് ആയിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ നമ്മളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ വാല്യുവേഷൻ ടൈമിൽ അത് കൺസിഡർ ചെയ്യുള്ളൂ. സോ അത് മറന്നു പോകാതിരിക്കുക, ശ്രദ്ധിക്കുക. ഇനി സ്ക്രിപ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 1-2 കാര്യങ്ങൾ പറയാം. നമ്മളൊരു കാര്യം എഴുതിയെന്ന് വെച്ചു, പക്ഷേ അത് തെറ്റാണ്, അല്ലെ നമ്മളൊരു പോയിന്റിൽ റിയലൈസ് ചെയ്യണം അത് തെറ്റിപ്പോയി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഇങ്ങനെ അങ്ങനെ തെറ്റിടും, അല്ലേ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ ഒരുപാട് കുത്തി വരച്ച് അലമ്പാക്കാതിരിക്കുക. ജസ്റ്റ് ഒരു സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഒരു വര ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മാക്സിമം 2 വര ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. അതുപോലെ തന്നെ മഷി ഏത് യൂസ് ചെയ്യുന്നുള്ളത് പല കുട്ടികൾക്കുള്ള ഒരു കൺഫ്യൂഷനാണ്. ഒന്നുകിൽ ബ്ലാക്ക് അല്ലാന്നുണ്ടെങ്കിൽ ബ്ലൂ യൂസ് ചെയ്തിട്ട് എഴുതാൻ വേണ്ടി ശ്രമിക്കുക. പലരും മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് ഗ്രീൻ വെച്ചിട്ട് അല്ലാന്നുണ്ടെങ്കിൽ റെഡ് വെച്ചിട്ടൊക്കെ അണ്ടർലൈൻ ഒക്കെ ചെയ്യും. ഒരു കാരണവശാലും അത് ചെയ്യരുത്, നമുക്ക് അതിനുള്ള പ്രൊവിഷൻ ഇല്ല. അതുകൊണ്ട് ബ്ലൂ അല്ലാന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ പറയാനുള്ളത് വൈറ്റ്നേഴ്സ് യൂസ് ചെയ്യുന്നതാണ്. അത് നമുക്ക് തെറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ല ഏതെങ്കിലും എഴുതിയതിൽ തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് വൈറ്റ്നർ വെച്ച് മായ്ക്കും. അതും എക്സാമിനേഷനിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഫോമാറ്റൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ആൻസർ ചെക്ക് ചെയ്യുന്നൊരു ടീച്ചർ അത് എപ്പോഴും നീറ്റ് ആണോ എന്ന് നോക്കും. അതായത് പേപ്പർ എങ്ങനെയാണ് വൃത്തിക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് നോക്കും എന്നുള്ളത് ഫാക്റ്റാണ്. അപ്പം നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് ആൻസർ ശരിയോ തെറ്റോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ തെറ്റുത്തരം എഴുതണം എന്നല്ല പറഞ്ഞത്. നമ്മൾ എഴുതുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ലാസ്റ്റ് പേപ്പർ നമുക്ക് റഫ് പേപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് പെൻസിലൊക്കെ വെച്ചിട്ട് എന്തെങ്കിലും നോട്ട്സോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ എഴുതി വെക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ എക്സാമിൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. And have a happy learning.